കുഞ്ഞുണ്ടാകുന്നത് അവർക്കും ഫെർട്ടിലൈസേഷനിലേക്ക് പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. ഒരു വാഴയുടെ കുഞ്ഞ് വിത്തുണ്ടാകുന്ന നമുക്കറിയാം. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഒരുപോലെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ പറയുന്ന മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നത്. ഭഗവാൻ ഏകനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ 3 രൂപത്തിലിരിക്കുന്നൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഊർജ്ജമാണ്. അല്ല നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. നമുക്ക് നമ്മളെ പോലും കാണാൻ പറ്റും. നമ്മൾ ഇന്നുവരെ നമ്മളെ കണ്ടിട്ടുണ്ടോ? നമ്മളെ കാണണമെങ്കിൽ നമ്മൾ ഒന്നേ കണ്ണാടിയുടെ മുന്നേ പോയി നിൽക്കണം. അത് റിയൽ ആയിട്ടുള്ള രൂപമല്ലല്ലോ. നമ്മളതിന്റെ റിഫ്ലക്ഷൻ അല്ലേ കാണുന്നത്. അല്ലെ വെള്ളത്തിൽ പോയി നോക്കണം മുഖം കാണണമെങ്കിൽ. അല്ലെ ക്യാമറ വേണം. അല്ലാതെ നമുക്കൊരിക്കലും നമ്മളെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അപ്പം ഭഗവാൻ ഊർജമാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. അതുപോലെ ഭഗവാന് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഊർജ്ജം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ചൂടും വെളിച്ചം എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ സൂര്യനിലാണ്. എന്ന് പറഞ്ഞ പോലെ പിന്നെ ജീവോർജം അല്ലെ ജീവൻ ആത്മാവ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജലത്തെ ജീവജലം എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ ഊർജ്ജം ജലത്തിലാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ജലശായി എന്ന് പറയുന്നത്. ജലം എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് നാരം എന്ന് പറയുന്നത്. നാരത്തിലാണ് ഭഗവാന്റെ ശയനം. അതുകൊണ്ടാണ് പണ്ടുപുരാനം തൊട്ട് പറയുന്നത് ഭഗവാനെ നാരായണൻ എന്ന്. നാരമൈനമെസ്യസ നാരായണ. ഭഗവാൻ നാരായണൻ ജലത്തിലാണ് കഴിയുന്നത്. അതായത് ഭഗവാന്റെ ഊർജ്ജം. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ നാരായണനാണ് യഥാർത്ഥ ദൈവം എന്നുള്ളതിന് ഞാൻ 3 കാരണങ്ങൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നരൻ എന്ന വാക്കുണ്ട് നാരായണനിൽ നിന്നാണ്. നമ്മളെല്ലാം നരന്മാരാണ്. നരനും നാരിയും നരിയും നാരകവും എല്ലാ വാക്കുകളും നാരായണനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. വാനരൻ എന്നുള്ള വാക്ക്. അപ്പം നാരായണനിൽ നിന്നാണ് നരൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നരനും നാരായണനും ഒന്നാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാരത്തിൽ നിന്നാണ് പിന്നെ ജീവൻ ഉത്ഭവിക്കുന്നത്. നമ്മൾ സയൻസിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. ജലത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിച്ചിരിക്കുന്നത്. ജലമാണ് ജീവന്റെ ഉത്ഭവസ്ഥാനം. അപ്പോഴും അത് കറക്റ്റ് ആവുന്നു. അപ്പൊ നാരത്തിലുള്ളത് ആരാണ്? ജലത്തിലുള്ളവരാണ് നാരായണൻ. നാരായണനിൽ നിന്നാണ് ജീവൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെ ആത്മാവ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് നരനും നാരായണനും ഒന്നാണ്. രണ്ടാമത്തെ പോയിന്റ് നാരത്തിൽ നിന്നാണ് സകല ജീവജാലങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയും നാരായണനാണ് സ്ഥാനം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ മനുഷ്യനായിട്ട് ഭഗവാൻ അവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതും ധർമ്മ സംസ്ഥാപനം നടത്തുന്നതും ഭഗവാൻ നാരായണൻ തന്നെയാണ്. ഭഗവാൻ വിഷ്ണു രൂപത്തിൽ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇത് കലിയുഗത്തിന്റെ അവസാനമാണ്. ഭഗവാൻ തന്റെ അന്തിമ അവതാരം എടുത്തിട്ട് വർഷം കുറെ ആയി. ഭഗവാൻ പോകാനുള്ള സമയം തന്നെ അടുത്തു വരികയാണ്. അപ്പം എന്തായാലും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ നാരായണ അവതാരം എടുക്കുന്നത്. ഇത് വേറൊരു ദൈവങ്ങളും അങ്ങനെ ഒരു അവതാരം എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ശക്തി, നമ്മുടെ ജീവനോട് നിർത്തുന്ന ശക്തി, നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ആ തുടിപ്പെന്ന് പറയുന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സൃഷ്ടാവ്. ഭഗവാനാണ് നമ്മളെ ജനനം മുതൽ മരണം വരെ കൂടെയുള്ള ഏക ശക്തി, ഏക ബന്ധു, ഏക ദൈവം. നന്ദി, നമസ്കാരം.